ഹായ് മാം. ഹായ് ബേബി. ഇവളാണ് എന്റെ മോള് മൊണാലിസ. ഹായ്. 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 ഹലോ. നമസ്തേ. സോ മിസ്റ്റർ ലാൽ, എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. ഞാൻ ചോദിച്ചത് ദോശയെ പറ്റിയാ. എണ്ണശാല അധികം. എത്ര വരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യുന്നേ? അതായത് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുന്നു. അത് ചെയ്താ ഏകദേശം 105 കോടിയായിരിക്കുന്ന ജനസംഖ്യ. ഞാൻ ചോദിച്ചതേ ജീവിക്കാൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്. ബിസിനസ് എന്ന് വെച്ചാ? ഇവിടെ A to Z ഷോപ്പ് നടത്ത. അതാണല്ലേ. ഞാൻ എന്തോ ടാറ്റ ബിർലെ പോലെ വലിയ ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണമെന്നില്ല. അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ. നിങ്ങൾക്ക് പാട്ട്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും? എന്ത് പാട്ടോ? എല്ലാം അറിയാം. സൂപ്പറായിട്ട് പാട്ട് പാടാൻ അറിയാം, നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. രാവിലെ എഴുന്നേറ്റാലോടെ ബെഡ് കോഫി ഉണ്ടാക്കുന്നല്ലോ ഇവനല്ലേ. കുട്ടിയെ ഇഷ്ടമായോ? എനിക്കിഷ്ടായി. എന്നാ എനിക്കിഷ്ടായില്ല. എന്താ മോളെ, ചെറുക്കൻ നന്നായിട്ടില്ലേ? ചെറുക്കൻ എന്തോ വലിയ കുഴപ്പമില്ല. എന്നാ ഇവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്താണെന്ന് എനിക്കറിയണം മാം. എന്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇവരും അറിയേണ്ടതായിട്ടുണ്ട്. അതിന് ഐ വാണ്ട് ടു സ്പെൻഡ് വൺ ഓൾ ഡേ വിത്ത് ഹിം. ബലൂൺ കൊടുത്തു. എത്ര വേണം? अरे सचिन नहीं हूँ मैडम, नितिन. No 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 no, you are Sachin. मैडम मैडम यही है मेरा प्रॉब्लम. ഞാൻ സച്ചിൻ അല്ല. അബദ്ധത്തിൽ എങ്ങനെയോ സച്ചിന്റെ മുഖച്ചായ കിട്ടി. നിതിൻ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഓട്ടോഗ്രാഫിൽ സൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്റെ മുകളിൽ എന്റെ ചീട്ട് കീറി പുറത്തേക്ക് വാതിലടയ്ക്കും. മേഡം ഈ ബലൂൺ ഏതിൽ മാങ്കേ മോർ. എത്ര വേണം സാർ? ഒരു ബലൂൺ എടുത്തേ. ഒന്നോ? ഒന്നല്ല, 4 എണ്ണം വേണം. കൊടു. അച്ഛാ. Take this. Easy madam. One more. Okay. One more. Come on, yeah, take this. അതോടെ. അതോടെ എടുക്ക്. ഗ്രീൻ കൂടെ. Hey. അതോടെ എടുക്ക്. Take that white man. പിടിക്ക്. ഇതെടുക്ക്. അതോടെ എടുക്ക്. അതോടെ. സോറി അവക്ക് വേണ്ടി ഞാൻ സോറി പറയാം. ലാൽ എന്തായി ലാൽ? അയ്യോ പാവം ലാൽ, ഒന്നും പറ്റില്ലല്ലോ. എന്താ ചെയ്തേ ഇഡിയറ്റ്? നിന്നൊരു ഹീറോ എന്ന് ഞാൻ കരുതി. ചാക്കിച്ചനെ പോലെ 2 പഞ്ച് കൊടുത്ത് അവന്റെ മുഖം പഞ്ചറാക്കുമെന്ന് കരുതിയപ്പോ ഒരേ ഇടിക്ക് വാല് മടക്കി തിരികെ പോന്നു. ഷേം ഓൺ യു. നിനക്ക് നാണക്കേട് അറിയില്ല. ആൾക്കൂട്ടത്തിന്റെ നടുവെ എനിക്ക് നാണക്കേടായി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിന്റെ പാട്ടിൽ നീ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതാണ് സ്പിരിറ്റ്. കം ഓൺ, ടേൺ ചെയ്യൂ. അവന്റെ കൈ കാലം മുറിച്ചിട്ട് വരാം. സ്റ്റാൻഡ് എന്തിനിടുന്നേ? എന്ത് പറ്റി? മൈ ഗോഡ്. ജോക്കിക്ക് പറ്റിയ കുതിര. നിന്നെ കെട്ടിയ ഈ ഗതി തന്നെ. ഷൂട്ടിങ്ങിന് ലേറ്റ് ആകുന്നു മാഡം. പേയ്മെന്റ് തരൂ. താങ്ക് യു മാഡം. എങ്ങനെയോ അവനെ നല്ല പാഠം പഠിപ്പിച്ചു മോണ. പാടുവോ? അവൻ വാങ്ങി അടിക്കും. പോയ രക്തത്തിനും ഒരാഴ്ച തെമ്മാടി എണീക്കില്ല. കണ്ടില്ലേ, അവൻ വരുന്നുണ്ട്. ഹലോ. എന്നെയാണോ? അല്ല, NRI. നിന്നെയാണെന്ന്. എന്നെയോ? എന്തിന്?
ഐ ലവ് യു. വാട്ട്? ചെവി കേക്കില്ലേ? ഐ ലവ് യു. ആര്യൻ ഇനി വന്നേ. ഞാനോ? അല്ലാതെ പിന്നെ വന്നേ. ഇതാരെന്നറിയോ? ആരാണോ? എന്റെ ഹസ്ബൻഡാ. ഹസ്ബൻഡാ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എന്നെ വിളിച്ചത്? സെക്കൻഡ് സെറ്റപ്പിനോ? സെറ്റപ്പ് എന്ന് പറഞ്ഞ എന്നെ ഷേപ്പ് മാറ്റും. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? നീ വലിയ ഹീറോ ആണെന്നോ അതോ ഡോക്ടറോ എഞ്ചിനീയറോ? അതല്ല ഇൻഫോസിസ് വിപ്രോ ഒക്കെ MD ആണെന്നോ? ആഫ്റ്റർ ഓൾ 1 ഡിഗ്രി. നീ ബ്യൂട്ടിഫുൾ അല്ല, ഇവളുടെ ക്യാരക്ടർ ശരിയല്ല, ഇവൾക്ക് പാടാൻ അറിയില്ല, ഇവൾ ചുള്ളത്തി, ഇവൾ തടിച്ചവൾ എന്നെല്ലാം പറഞ്ഞ് പെണ്ണ് കാണുന്ന ഭാവത്ത് വീട് കയറി തിന്ന് അപമാനിക്കുന്നു. ചെല്ലി ചെല്ലി പോയി ജോലി നോക്ക്. ഏയ്, ജോലി നോക്കാനോ? നീ ഹീറോ ആണോ? ഡോക്ടർ ആണോ? എന്നാ പിന്നെ എഞ്ചിനീയർ ആണോ? നോ. ആ, വിപ്രോ ഇൻഫോസിസിന്റെ MD ആണല്ലേ? നോട്ട് അറ്റ് ഓൾ. ഇവൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ? എന്താ ജാക്കറ്റിൽ ആരെന്ന് എഴുതിയത് കണ്ടിട്ട് എന്നെ കളിയാക്കുന്നോടി നീ? ഇവൻ ആരാന്നറിയാമോ? എന്റെ കൂട്ടുകാരനല്ല. അതിനൊക്കെ മുമ്പേ നിക്കർ പോലും ഇടാത്തൊരു കാലം ഉണ്ടല്ലോ, അന്ന് മുതലേ ഞങ്ങൾ ദോസ്ത. എന്റെ അടുത്താ നിന്റെ നമ്പര്. എടി, ഞാൻ പെണ്ണ് അന്വേഷിക്കുന്നെന്നും പറഞ്ഞ് പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യുന്നു പറഞ്ഞല്ലോ. എന്താടി ടോർച്ചർ? എനിക്കെന്താ പെണ്ണ് അന്വേഷിക്കാൻ പാടില്ലേ? അഥവാ അവൾ എങ്ങനെയായിരുന്നാലും കണ്ട ഉടനെ കല്യാണത്തിന് സമ്മതിക്കണോ? മൊണാലിസ, നീ എന്നാ അറിയോ ഇന്ത്യനോ? നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നിന്റെ സ്റ്റൈൽ എനിക്ക് വളരെ ഇഷ്ടമായി. നിന്റെ ലുക്ക് എനിക്ക് അതിലേറെ ഇഷ്ടമായി. എല്ലാത്തിനേക്കാളും നിന്റെ സുന്ദരമായ പേര് പോലെ നിന്റെ സ്മൈൽ എനിക്ക് വലിയ ഇഷ്ടമായി. ഐ ലൈക്ക് യു. ഐ ലവ് യു മൊണാലിസ. പ്രതിമകൾക്ക് തുണി ഉരിയുന്നു ഉടുപ്പിക്കുന്നതായി എന്റെ പണി. അയ്യോ, എന്റെ സമയം ശരിയല്ല. ഓ, ഇതെല്ലാം നിന്റെ പണിയാണല്ലേ? ഇപ്പൊ കാണിച്ചു. വാ, നിങ്ങൾ മാധുരിയേക്കാളും വളരെ നന്നായി ഡാൻസ് കളിക്കുന്നു. നിങ്ങളും റഹ്മാനെക്കാളും നന്നായി വായിക്കുന്നുണ്ട്. മ്യൂസിക്കും ഡാൻസും ഒന്നു ചേർന്നാൽ ജീവിതം ശങ്കരാഭരണ സിനിമ പോലെ ആയിരിക്കും അല്ലേ? എന്താ നിങ്ങക്ക് വേണ്ടത്? VCD. ഏതാ വേണ്ടത്? ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി നിങ്ങളുടെ മക്കൾക്കാണോ? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ, സിംഗിൾ, റെഡി ടു മിംഗിൾ. എന്ത് പറ്റി? ഒന്നുമില്ല. നിങ്ങൾക്ക് ടോം ആൻഡ് ജെറി തന്നെ വേണോ? എനിക്ക് പൂച്ചയെ വലിയ ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ വലിയ കണ്ട് വളരെ ഇഷ്ടമാണ്. എന്തു പറ്റി? കണ്ണിൽ അടിപറ്റിയതാ. ആ ഡോക്ടർ വരും, ഡ്രസ് മാറ്റിയിട്ട് ഇതിട്ടോളൂ. കണ്ണിലല്ല അടി കൊണ്ടത്, പിന്നെ നിന്റെ ഡ്രസ് മാറ്റണേ? മിസ്റ്റർ, കണ്ണിലായാലെന്താ കാതിലായാലെന്താ, അടി എവിടെ പറ്റിയാലും ബോഡി ഫുൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് നേഴ്സിംഗ് ഹോം ആണെന്നറിയാലോ. എക്സ്റേ എടുക്കണം, ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. Ring.
എങ്ങനെയുണ്ട്? ലാ 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 ലാ. നീയോ എന്തിനാണ് ഇവിടെ വന്നത്? നീ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഞാനിവിടുത്തെ പേഷ്യന്റോ. എന്താ അസുഖം? കണ്ണ് കണ്ടൂടെ? കണ്ണിൽ അടിപറ്റി. അതിന് ഡ്രസ് അഴിച്ചിട്ട് എന്തിനാ കിടക്കുന്നേ? നിന്റെ നേഴ്സ് അഴിപ്പിച്ചതാ. അഴിക്കാൻ പറഞ്ഞു. ആദ്യം നിന്റെ ടൈസൺ ബോഡി കവർ ചെയ്തോളൂ. ഇതെങ്ങനെ പറ്റിയതാ? എക്സ്ക്യൂസ് മീ. യെസ്. നീയോ? ഞാൻ തന്നെ നാഷണൽ ചാമ്പ്യൻ. എന്താ വേണ്ട മാഡം? VCD വേണമായിരുന്നു. ഏത് വേണം? ട്രിപ്പിൾ എക്സ്. ദേ ഇത് കൊണ്ടുപോയി എൻജോയ് ചെയ്യും മാഡം. പെൺകുട്ടികൾക്ക് ട്രിപ്പിൾ എക്സ് കൊടുക്കുന്നോ? അയ്യോ ഇല്ല. ട്രിപ്പിൾ എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആക്ഷൻ ഫിലിമാ. അവള് നിന്നെ പോലെ തന്നെ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് പിന്നീട് സോറി പറഞ്ഞു. അങ്ങനെയാണോ? ഐ എം സോറി. എവിടാ ഡോക്ടർ? എനിക്കറിയില്ല സർ. 15 മിനിറ്റ് കണ്ണ് തുറക്കണ്ട. കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും. ഓക്കെ. ഈ ഏരിയ എന്റെ കോട്ടയാ. ഇതെന്റെ അനിയനാ. എന്ന് വെച്ചാ എനിക്കെന്റെ ജീവനാ. GK ഗ്യാങ് ഇവൻ എങ്ങനെയാക്കി? നിങ്ങൾ ഇവനെ ഓപ്പറേഷൻ ചെയ്ത് രക്ഷിക്കണം. അല്ലെങ്കിൽ ഇത് അറ്റംപ്റ്റഡ് മർഡർ. പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം. എന്റെ അനിയന്റെ ജീവൻ രക്ഷിക്കേ. നോക്ക്, ഈ പണം കൊണ്ട് ഞങ്ങൾക്ക് ഇവനെ രക്ഷിക്കാനാവില്ല. അതെന്താണെന്ന്? ഞാൻ ഈയിടെയാണ് കോഴ്സ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ തന്നെ ഇനി 1 മണിക്കൂർ എടുക്കും. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ അനുജനെ വേണം. അവനെ ഓപ്പറേഷൻ ചെയ്യണം. അത്ര തന്നെ. ഐ കാൻ ഡു ദിസ്. നീ പേടിക്കണ്ട. ഞങ്ങൾക്കില്ലേ ഇവിടെ. പേടിക്കണ്ട. I'm sorry. He's dead. Hi, Mona Lisa. Action. Hey, what are you doing? Hey, just for a fun. എന്താ കാണിക്കുന്നെ? കടയിൽ വന്നു നിനക്ക്. ഞാനിത് മിസ്സിന്റെയോ മിസ് വേൾഡോ? No, Miss Beautiful Smile. നിന്റെ അച്ഛനും അമ്മയും നിന്റെ ചിരി കണ്ടതിന് ശേഷമാണോ മൊണാലിസ എന്ന് പേരിട്ടത്? അതോ പേരിട്ടതിന് ശേഷമാണോ നീ ഇത്ര മനോഹരമായിട്ട് ചിരിക്കാൻ പഠിച്ചത്? First one is correct. ആ ഭാഗ്യശാലികൾ ആരാന്നൊന്ന് പറയാമോ? Sure. ഡോക്ടർ വിശ്വനാഥൻ ചന്ദ്രിക അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അവരെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് കരുതട്ടെ. എന്റെ അച്ഛൻ അമേരിക്കയിലെ ഫേമസ് സൈക്യാട്രിസ്റ്റ് ആണ്. അമ്മ ലെക്ചറർ. ഞാൻ ഒരേ ഒരു മകളും. അവർക്ക് ഇന്ത്യയേക്കാൾ അമേരിക്കയാണ് ഇഷ്ടം. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നേരെ തിരിച്ചു. ഗുഡ്. വെൽക്കം ടു ഇന്ത്യ, മോണ. എനിക്ക് ജോത്സ്യം പറയാൻ അറിയും മോണ. Is it? പറയൂ. കൈ നോക്കിയല്ല, പിന്നെ കാല് നോക്കിയാ? കൈ നോക്കിയാവാം, പേര് നോക്കിയാവാം, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി പറയാം, സിഗ്നേച്ചറും ഫോട്ടോയും നോക്കിയും ആവാം. എന്ന കാല് നോക്കി ജോത്സ്യം പറയുന്ന ജോത്സ്യം നീ ഒരാൾ മാത്രം. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി മാഡം. ലാൽ എന്താ ചെയ്യുന്നേ? എനിക്ക് ഇക്കിളിയാവുന്നു ലാൽ. ഓക്കെ സോറി. നിന്റെ കാല് കണ്ടിട്ട് എന്താണ്? നിന്റെ ജീവിതം ഇനി ഇന്ത്യയിലാ. ഇത്രയും നേരം കാലില്ലെന്ന് പറഞ്ഞു.
അതെ, നിന്റെ കാലിൽ നിന്നുള്ള ഭാവിയെ പറ്റിയാ. നീ ഇനി ഇന്ത്യയിൽ തന്നെയാ, അമേരിക്കയിലേക്ക് പോവില്ല. അത് ഞാൻ തന്നെ അറിയിച്ചതല്ലേ. ഓക്കെ ഓക്കെ ഫൈൻ. ബട്ട് ഇന്ത്യയിൽ ഒരുവൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ പറയാനിരുന്നതാ. ഓ, ആരാണ് വിഡി? നോ നോ നോ, വിഡ്ഢിയൊന്നുമല്ല, അല്പം ലൂസാണ്. അവൻ നിന്റെ അത്ര സുന്ദരനല്ല, ഡിഗ്രി ഒന്നും അത്രയില്ല, പിന്നെ നിന്നെ പോലെ ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, അങ്ങനെ അങ്ങനെ വലുതൊന്നുമല്ല. ഒരു ചെറിയ A to Z ഷോപ്പിന്റെ ഓണറാ, അത്രേ ഉള്ളൂ. പക്ഷേ അവന് നിന്നെ വലിയ ഇഷ്ടം. നീ അവനെ വിവാഹം കഴിച്ച നിനക്ക് അവനൊരു ഉപകാരിയായിരിക്കും. ആഹാ, പിന്നെ ലവ് അല്ലെങ്കിൽ പാരന്റ്സ് എന്നത് വലിയ പ്രശ്നമായാൽ നിങ്ങൾ ലവ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വരില്ല. ഞാൻ പേരൻസിനെ തന്നെ സെലക്ട് ചെയ്യും. അങ്ങനെയാണോ? സൂപ്പർ. എന്റെ ജോലിച്ചാണോ? അല്ല, ആ മാനക്യൂൻ ഇട്ടിരിക്കുന്ന ഡ്രസ്. അത് നീ ധരിച്ച ഇതിലും സൂപ്പർവായിരിക്കും.